ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. നമുക്ക് DNF ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഇനോർഗാനിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളിൽ ഒന്നാണ്. ആ ചാപ്റ്റർ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ കൂടിയാണ്. കാരണം ഇനോർഗാനിക്കിൻ്റെ ചാപ്റ്ററുകളിൽ ഭൂരിഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള ചാപ്റ്ററുകൾക്കെല്ലാം നല്ല വെയിറ്റേജ് ആണ്. സോ പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നൊക്കെയാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡി ബ്ലോക്ക് എലമെൻറ്റുകളുടെ രണ്ട് കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ഒന്ന് ക്രോമിയത്തിൻ്റെ കോമ്പൗണ്ടായ പൊട്ടാസ്യം ഡൈക്രോമേറ്റും, രണ്ട് മാംഗനീസിൻ്റെ കോമ്പൗണ്ടായ പൊട്ടാസ്യം പെർമാംഗനേറ്റും. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടുകളിലും ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഒന്ന് ഇവരുടെ പ്രിപ്പറേഷനാണ്, രണ്ട് ഇവരുടെ സ്ട്രക്ചറാണ്, മൂന്നാമത്തേത് ഇവർ കാണിക്കുന്ന കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. സോ നമ്മൾ തുടങ്ങുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ നിന്നാണ്. K2Cr2O7. നമുക്ക് പ്രിപ്പറേഷൻ നോക്കണം, സ്ട്രക്ചർ നോക്കണം, പ്രോപ്പർട്ടി നോക്കണം. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ടാവുക. ഓക്കെ, സോ പ്രിപ്പറേഷനിൽ നമുക്ക് തുടങ്ങാം അല്ലേ. എങ്ങനെയാണ് നമ്മൾ K2Cr2O7 അല്ലെങ്കിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുക? ഓർത്ത് വെച്ചേക്കണം മക്കളെ, നിങ്ങൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. ക്രോമൈറ്റ് ഓറിൻ്റെ മോളിക്കുലർ ഫോർമുല നമുക്ക് അറിയണമല്ലോ. FeCr2O4. ക്രോമൈറ്റ് ഓറിൻ്റെ മോളിക്കുലർ ഫോർമുല FeCr2O4. മറന്നു പോകാൻ പാടില്ല. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ക്രോമൈറ്റ് ഓറിനെ സോഡിയം കാർബണേറ്റുമായി എയറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുക. ക്രോമൈറ്റ്, സോഡിയം കാർബണേറ്റ്, എയർ, ഇവർ ചേർന്ന് എന്തായി മാറുന്നറിയാവോ? Na2Cr4 സോഡിയം ക്രോമേറ്റും Fe2O3യും കാർബൺ ഡൈ ഓക്സൈഡായി മാറും അല്ലേ. ഈ സോഡിയം ക്രോമേറ്റ് ചില്ലറക്കാരനല്ല. സോഡിയം ക്രോമേറ്റ് എന്ന് പറയുന്നവൻ്റെ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകാൻ പാടില്ല. സോഡിയം ക്രോമേറ്റിന് യെല്ലോ കളറാണ് ഉണ്ടാവുക. കണ്ടോ, സോഡിയം ക്രോമേറ്റ് യെല്ലോ കളറാണ്. ഈ സോഡിയം ക്രോമേറ്റിനെ നമുക്ക് എന്താക്കി മാറ്റണം? നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റണം. അപ്പോൾ സോഡിയം ക്രോമേറ്റിനെ സോഡിയം ഡൈക്രോമേറ്റ് ആക്കി മാറ്റാൻ ജസ്റ്റ് അതിനെ അസിഡിഫൈ ചെയ്താൽ മതി. അസിഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ Na2Cr4 മാറിയിട്ട് എന്തായിട്ട് മാറും? Na2Cr7 സോഡിയം ഡൈക്രോമേറ്റ് ആയി മാറും. സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നവൻ്റെ കളർ ഇമ്പോർട്ടൻ്റ് അല്ലേ? കളർ ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളറാണ്. സോഡിയം ഡൈക്രോമേറ്റിൻ്റെ കളർ ഓറഞ്ച് ആണ്. ഓക്കെയാണേ. ആ ഓറഞ്ച് കളറിലുള്ള സോഡിയം ഡൈക്രോമേറ്റിനെ നമുക്ക് എന്താക്കി മാറ്റണം? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്താ ചെയ്യുക? സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡ് കൊണ്ട് ട്രീറ്റ് ചെയ്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റും. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നവൻ ഓറഞ്ച് കളേർഡ് ക്രിസ്റ്റൽസ് തന്നെയാണ്. അപ്പോൾ സോഡിയം ഡൈക്രോമേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും എന്താണ്? ഓറഞ്ച് കളറാണ്. ഇത്രയാണ് നിങ്ങൾ പ്രിപ്പറേഷനിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയാവോ? പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുമ്പോൾ സോഡിയം ഡൈക്രോമേറ്റും പൊട്ടാസ്യം ഡൈക്രോമേറ്റും കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിനേക്കാൾ കൂടുതൽ വെള്ളത്തിൽ സൊല്യൂബിളാണ്. അതുകൊണ്ടാണ് നമ്മൾ അനാലിറ്റിക്കൽ കെമിസ്ട്രിയിൽ സോഡിയം ഡൈക്രോമേറ്റ് ഒരിക്കലും പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാറില്ല. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം ഡൈക്രോമേറ്റ് വെള്ളത്തിൽ കൂടുതൽ സൊല്യൂബിൾ ആയതുകൊണ്ടാണ്. അതൊരിക്കലും മറന്നു പോകരുത്. വേണമെങ്കിൽ അതൊരു ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചേടാ മക്കളെ? പഠിച്ചിട്ടുണ്ട്. ഓക്കെ, Fe2Cr2O4നെ Na2Cr4 ആക്കണം, Na2Cr4നെ Na2Cr2O7 ആക്കണം, Na2Cr2O7നെ K2Cr2O7 ആക്കണം. ഇനി നമുക്ക് എന്താ പഠിക്കണ്ടേ? സ്ട്രക്ചറാണ് പഠിക്കേണ്ടത് അല്ലേ മക്കളെ. സ്ട്രക്ചർ പഠിക്കുമ്പോൾ രണ്ട് പേരുടെ സ്ട്രക്ചർ പഠിക്കണം. ഒന്ന് നമ്മൾ ക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും പഠിക്കണം, രണ്ട് നമ്മൾ ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും പഠിക്കണം. ആരാണ് ക്രോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Cr4 2- ആണ്. ആരാണ്? Cr4 2- ആണ് ക്രോമേറ്റ് അയോൺ. ആരാ ഡൈക്രോമേറ്റ് അയോൺ? ഡൈക്രോമേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാസ്യം ഡൈക്രോമേറ്റിലുള്ളത് ഡൈക്രോമേറ്റ് അയോൺ ആണ് അല്ലേ. Cr2O7 2- ആണ്. രണ്ടുപേരുടെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Cr4 2- എന്ന് പറയുന്നതിൽ സെൻട്രൽ ക്രോമിയം ഉണ്ട്, ടെട്രാഹീഡ്രലായ 3 ഓക്സിജനുകളുണ്ട്, ടോട്ടൽ ഒരു രണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. ഡൈക്രോമേറ്റിൽ 2 ക്രോമിയങ്ങളുണ്ട്. 2 ക്രോമിയങ്ങളും സെൻട്രൽ ആറ്റങ്ങളായിട്ട് ആക്ട് ചെയ്യും. 2 ക്രോമിയങ്ങളെയും പരസ്പരം ഒരു ഓക്സിജനിലൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു ബ്രിഡ്ജ് ഓക്സിജൻ ഉണ്ട്. നമ്മളിതിനെ ബ്രിഡ്ജ് ഓക്സിജൻ എന്നാണ് പറയുക അല്ലേ. ഓരോ ക്രോമിയത്തിലേക്കും ഇനി 3 ഓക്സിജനുകളെ വീതം കൊടുക്കാൻ കഴിയും. സോ 3 ഓക്സിജനുകൾ
ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് ആയി തന്നെ ഇരിക്കുന്നുണ്ട് ഓരോ ക്രോമിയത്തിന് ചുറ്റും അല്ലേ? നോക്കിയേ നിങ്ങൾ, ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കൂ മക്കളെ, ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് അല്ലേ? ടോട്ടൽ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രോമേറ്റും ഡൈക്രോമേറ്റും ഇന്റർ കൺവേർട്ടിബിൾ ആണ്. എന്താ മക്കളെ നിങ്ങളോട് പറഞ്ഞത്? ക്രോമേറ്റും ഡൈക്രോമേറ്റും ഇന്റർ കൺവേർട്ടിബിൾ ആണെന്ന് വെച്ചാൽ ക്രോമേറ്റിനെ അങ്ങോട്ടും ഡൈക്രോമേറ്റിനെ ഇങ്ങോട്ടും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാം? pH മാറുന്നതിനനുസരിച്ചാണ്. അതായത് മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ, പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ക്രോമേറ്റ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക മക്കളെ ബേസിക് മീഡിയത്തിലാണ് ക്രോമേറ്റ് എക്സിസ്റ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ pH > 7 ആയിരിക്കുമ്പോഴാണ് ക്രോമേറ്റ് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുക. ആസിഡിക് മീഡിയം ആയാൽ അഥവാ pH < 7 ആയാൽ ഡൈക്രോമേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്രോമേറ്റും ഡൈക്രോമേറ്റും മീഡിയം മാറുന്നതിനനുസരിച്ച് ഇന്റർ കൺവേർട്ടിബിൾ ആണ്. റെഡി അല്ലേ? അതായത് മക്കളെ CrO2- Cr2SO2- ആകുന്ന എപ്പോഴാണ്? ആസിഡിക് മീഡിയം ആകുമ്പോൾ CrO2- സ്റ്റേബിൾ Cr2O7 ആണ്. അപ്പോൾ അത് ആ ഫോമിലേക്ക് മാറും. തിരിച്ച് ബേസിക് മീഡിയം ആണെങ്കിൽ മക്കളെ ഇവിടെ ബേസിക് മീഡിയം എന്താ സംഭവിക്കുക? ഡൈക്രോമേറ്റ് തിരിച്ച് ക്രോമേറ്റ് ആയി മാറും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മീഡിയത്തിൽ ഏത് pH ആരാ എക്സിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം മക്കളെ. അസിഡിക് ആണെങ്കിൽ pH < 7 ആണെങ്കിൽ ഡൈക്രോമേറ്റും, ബേസിക് ആണെങ്കിൽ pH < 7 ആണെങ്കിൽ ക്രോമേറ്റുമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ആണ് അല്ലേ? ഡൈക്രോമേറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ്. നമുക്കറിയാം ഒരു വെൽ നോൺ വളരെ പോപ്പുലറായ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആര്? ഡൈക്രോമേറ്റ്. ഡൈക്രോമേറ്റിന്റെ പ്രോപ്പർട്ടി അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ എവിടെയാണ് കാണിക്കുക? അത് ആസിഡിക് മീഡിയത്തിലാണ് അല്ലേ? നമുക്കതിൻ്റെ ആസിഡിക് മീഡിയത്തിലുള്ള ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി മാത്രമേ പഠിക്കാനുള്ളൂ. എന്താ പറയുന്നത്? ആസിഡിക് മീഡിയത്തിൽ Cr2O7 2- എന്തായിട്ടാ മാറുക? Cr3+ ആയി മാറും. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ ഏത് ഓക്സിഡേഷൻ നടന്നാലും ഡൈക്രോമേറ്റ് Cr3+ ആയി മാറും. ഇനി ആരെയൊക്കെയാണ് ഓക്സിഡൈസ് ചെയ്യുക? പറയാം. 4 തരത്തിലാണ് ഓക്സിഡേഷൻ നടത്തുക മക്കളെ. അയോഡൈഡിനെ അയോഡീനാക്കും, ഓക്സിഡേഷനാണ്. ഫെറസിനെ ഫെറിക്കാക്കി ഓക്സിഡൈസ് ചെയ്യും മക്കളെ. സൾഫൈഡിനെ സൾഫറാക്കി ഓക്സിഡൈസ് ചെയ്യും. ആൻഡ് ഫൈനലി tin2+നെ tin4+ ആക്കി ഓക്സിഡൈസ് ചെയ്യും. ഈ 4 ഓക്സിഡൈസിങ് ആക്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബാലൻസ് ഇക്വേഷനൊക്കെ നമ്മൾ റിഡോക്സ് റിയാക്ഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ആരാക്കി മാറ്റും അതൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡൈക്രോമേറ്റ് അസിഡിക് മീഡിയത്തിലാണ്. ഡൈക്രോമേറ്റ് Cr2O7 2- എന്തായി മാറും? Cr3+ ആയി മാറും. I- I2 ആകും. Fe2+ Fe3+ ആകും. S2- S ആകും. tin2+ tin4+ ആകും. ദീസ് ആർ ദി മേജർ ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് ഡൈക്രോമേറ്റ്. ഇത്രയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിതിന്ന് ഉള്ള 1-2 ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. Which of the following is not formed when H2S react with acidified potassium dichromate? മക്കളെ H2S എന്ന് പറയുമ്പോൾ സൾഫൈഡ് ആണല്ലോ. അതെ, സൾഫൈഡിനെ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്താക്കിയാ മാറ്റുക? സൾഫർ ആക്കിയാ മാറ്റുക. ശരിയല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ 4 ഓപ്ഷൻസിൽ ആരായിരിക്കും ഇവിടെ ഫോം ചെയ്യാതിരിക്കുക? മാത്രമല്ല ഡൈക്രോമേറ്റ് എന്തായിട്ടാ മാറുക മക്കളെ? ഡൈക്രോമേറ്റ് ക്രോമിയം 3+ ആയി മാറും. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സൾഫർ അതിലുണ്ടാകും. ശരിയാണല്ലോടാ? പൊട്ടാസ്യം സൾഫേറ്റ് എന്തായാലും ഫോം ചെയ്യും. ക്രോമിയം സൾഫേറ്റ് Cr2SO4 എന്തായാലും ഫോം ചെയ്യും. അവിടെ ക്രോമിയം +3 ആണ്, കാരണം പ്രൊഡക്റ്റ് സൈഡിൽ ക്രോമിയം +3 ആയിട്ടാണല്ലോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പോസിബിളാ, പക്ഷേ ഈ പ്രൊഡക്റ്റ് പോസിബിൾ അല്ല. അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ? കാരണം ഈ പ്രൊഡക്റ്റ് ഫോം ചെയ്യണമെങ്കിൽ ക്രോമിയം +2 സ്റ്റേറ്റിലായിരിക്കണം. ഇല്ല, ഡൈക്രോമേറ്റിലെ ക്രോമിയം +3 ആയിട്ടാണ് മാറുക. അപ്പോൾ ഒരിക്കലും ഓപ്ഷൻ എ പോസിബിൾ അല്ല. ഓപ്ഷൻ എ ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ വരിക. ചോദ്യം കണ്ടല്ലോ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് മക്കളെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരു ചോദ്യം കൂടി ഞാൻ അവിടെ കാണിക്കാം, നോക്കൂ. The oxidation state of chromium in the final product formed by the reaction of potassium iodide. അപ്പോൾ അവിടെ അയോഡൈഡ് ആണ്. അയോഡൈഡിനെ എന്താക്കിയാ മാറ്റുക? അയഡിനാക്കി മാറ്റും. ഡൈക്രോമേറ്റ് എന്തായാ മാറുക? ഡൈക്രോമേറ്റ് Cr3+ ആയി മാറും അല്ലേ? ഇനി ചോദ്യം എന്താ? അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുക മക്കളെ? +6 നിന്ന് +3 അപ്പോൾ മക്കളെ ഉണ്ടാവുന്ന ചേഞ്ച് എത്രയാടാ മക്കളെ? +3 ആണല്ലേ? ക്രോമിയം 3+ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്, Cr3+. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു മക്കളെ.
അപ്പോൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി അവിടെ രണ്ടാമത്തെ കോമ്പൗണ്ടായ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് അഥവാ KMnO4. അതിന് നമുക്ക് പ്രിപ്പറേഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടി ഇത് മൂന്നുമാണ് പഠിക്കേണ്ടത് അല്ലേ? ഓക്കെ, നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പോലെയല്ല, പൊട്ടാസ്യം പെർമാംഗനേറ്റ് 3 പ്രിപ്പറേഷൻ മെത്തേഡുകൾ പറയുന്നുണ്ട് NCERT. 3 പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയ മെത്തേഡ് എന്ന് പറയുന്നത് മക്കളെ MnO2 പൈറോളസൈറ്റ് ഓറിൽ നിന്ന് നമ്മൾ KMnO4 പ്രിപ്പയർ ചെയ്യും. അതായത് പൈറോളസൈറ്റിനെ നമ്മൾ ആദ്യം KOH ട്രീറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റണം. എന്താക്കി മാറ്റണം? പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റണം. ഓക്കെ, സോ MnO2 ഈസ് ഫ്യൂസ്ഡ് വിത്ത് ആൽക്കലി മെറ്റൽ ഹൈഡ്രോക്സൈഡ്, അതാണ് KOH. ഓക്സിഡൈസിങ് ഏജന്റ് ആണ് KNO3. റെഡിയാണല്ലോ? എന്നുള്ളത് K2MnO4 ആയി മാറും. K2MnO4 ആരാ? പൊട്ടാസ്യം മാംഗനേറ്റ്. KMnO4 ആരാ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഈ പൊട്ടാസ്യം മാംഗനേറ്റിലെ അയോൺ ആരാ? MnO4 2- ആണ്. MnO4 നമ്മൾ മാംഗനേറ്റ് അയോൺ എന്ന് വിളിക്കുക. അവനെ നമുക്ക് എന്താക്കി മാറ്റണടാ? പെർമാംഗനേറ്റ് ആക്കി മാറ്റണം അല്ലേ? MnO4- ആക്കി മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആസിഡിഫൈ ചെയ്താൽ മതി. അവിടെ MnO4 MnO4- ആയിട്ടും MnO2 ആയിട്ട് മാറും. അതായത് മാംഗനീസ് അവിടെ ഓക്സിഡൈസറും ആകും, മാംഗനീസ് അവിടെ റെഡ്യൂസറും ആകും. കാരണം +6 ഇരിക്കുന്ന മാംഗനീസ് +7 +4 കൺവേർട്ട് ആകും. അപ്പോൾ മാംഗനീസ് ഓക്സിഡൈസറും ആകുന്നുണ്ട്, മാംഗനീസ് റെഡ്യൂസറും ആകുന്നുണ്ട്. അതുകൊണ്ടാണ് NCERT പറയുന്നത് പൊട്ടാസ്യം മാംഗനേറ്റിനെ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്തിട്ടാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉണ്ടാക്കുന്നത്. റെഡിയാണോ? ക്ലിയർ ആണോടാ മക്കളെ? ആണ്. ഇനി നിങ്ങൾക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യണം എന്ന് വെച്ചാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യണം എന്ന് വിചാരിക്കും. ഹ്യൂജ് ക്വാണ്ടിറ്റി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്താണെന്ന് അറിയാവോ? ഒന്ന്, MnO2 ഇപ്പം കണ്ട അതേപോലെ ആദ്യത്തെ സ്റ്റേജ് സെയിം ആണ്, പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റും. KOH KNO3 റിയാക്ട് ചെയ്ത് പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കി മാറ്റും. സെക്കൻഡ് സ്റ്റേജ് ഡിഫറെൻ്റാ. പൊട്ടാസ്യം മാംഗനേറ്റിനെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കി മാറ്റുന്നത് നേരത്തെ ചെയ്തതുപോലെയല്ല. പകരം ആൽക്കലൈൻ സൊല്യൂഷനെ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തിയിട്ടാണ്. പൊട്ടാസ്യം മാംഗനേറ്റിൻ്റെ ആൽക്കലൈൻ സൊല്യൂഷനെ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ. അപ്പോൾ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വന്നാൽ മനസ്സിലാക്കിക്കോ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ഓക്കെ ആണോ? റെഡി ആണോടാ മക്കളെ? യെസ്. ഇനി ഇതൊന്നുമല്ലാതെ ലബോറട്ടറിയിലാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ കോമൺ പ്രിപ്പറേഷൻ മെത്തേഡ് പറഞ്ഞു, കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ മെത്തേഡ് പറഞ്ഞു. രണ്ടിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് സെയിം ആണ്. MnO2 K2MnO4 ആക്കി മാറ്റണം. ഇനി ലബോറട്ടറിയിലാണെങ്കിലോ? ലബോറട്ടറിയിലാണെങ്കിൽ മാംഗനീസ് 2+ അയോൺ വരുന്ന ഒരു സോൾട്ടിനെ എന്ത് ചെയ്താൽ മതി? പെറോക്സോ ഡൈസൾഫേറ്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ മതി. സിമ്പിൾ. അപ്പോൾ മാംഗനീസ് 2+ വരുന്ന മാംഗനീസിൻ്റെ ഏതെങ്കിലും ഒരു സാൾട്ട്, മാംഗനീസ് സൾഫേറ്റോ ഏതെങ്കിലും ഒരു സാൾട്ട്, ആ സാൾട്ടിനെ പെറോക്സോ ഡൈസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? S2OH 2- കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഓക്സിഡൈസ് ചെയ്താൽ Mn2+ MnO4- ആയി മാറും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയി മാറും. പെറോക്സോ ഡൈസൾഫേറ്റ് എന്തായിട്ടാണ് മാറുക? SO4 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 പ്രിപ്പറേഷനാണ്, ഓർത്ത് വെക്കണം. MnO2 K2MnO4 ആക്കി മാറ്റുന്ന ആദ്യത്തെ 2 പ്രിപ്പറേഷൻ. രണ്ടാമത്തെ സ്റ്റേജിൽ ആദ്യത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യുക? കോമൺ മെത്തേഡിൽ ആസിഡിഫൈ ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റേജിൽ ഇലക്ട്രോലിറ്റിക് ഓക്സിഡേഷൻ നടത്തുകയാണ് ചെയ്യുക. സെറ്റാണല്ലോ മക്കളെ? ആണ്. ഇനിയുടെ സ്ട്രക്ചറാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾ ഡൈക്രോമേറ്റിൻ്റെ സ്ട്രക്ചറും കണ്ടു, ക്രോമേറ്റിൻ്റെ സ്ട്രക്ചറും കണ്ടു. ഇവിടെയും അതെ, നമുക്ക് 2 പേരുടെ സ്ട്രക്ചർ അറിയണം മക്കളെ. ഒന്ന് ആരുടെയാ? മാംഗനേറ്റിൻ്റെ സ്ട്രക്ചറും അറിയണം, 2 പെർമാംഗനേറ്റിൻ്റെ സ്ട്രക്ചറും അറിയണം. മാംഗനേറ്റ് MnO4 2- അവൻ ഗ്രീൻ കളർ ആണ് എന്ന് ഈ ചിത്രം കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് പർപ്പിൾ ആണ്. അപ്പോൾ മാംഗനേറ്റ് ഗ്രീൻ ആണ്, പെർമാംഗനേറ്റ് പർപ്പിൾ ആണ്. ആ ചിത്രത്തിലുള്ള കളർ തന്നെയാണ് അതിന് വരിക. ഓക്കെ, ഇനി സ്ട്രക്ചർ നോക്കിയാടാ മക്കളെ. സെൻട്രൽ ആറ്റം മാംഗനീസ് ആണ്, 2 ഡബിൾ ബോണ്ട് റോക്സിയനും 2 സിംഗിൾ ബോണ്ട് O- വന്നാൽ അത് MnO4 2- ആണ്. അപ്പോൾ MnO4- ആകണമെങ്കിൽ ഒരു O- മതി. ബാക്കിയുള്ളവൻ ഡബിൾ ബോണ്ട് ആയാൽ നോക്കൂ, 3 ഡബിൾ ബോണ്ടും ഒരു O- വന്നാൽ ആരായി? MnO4- ആയി. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ കളർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറന്നു പോകാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇനിയാണ് മക്കളെ പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് ഓക്സിഡൈസിങ് ഏജന്റ് ആയി തന്നെയാണ് ആക്ട് ചെയ്യുക, ഒരു ഡൗട്ടും ഇല്ല.
ഓക്സിഡൈസിങ് ഏജൻ്റായി തന്നെയാണ് ആക്ട് ചെയ്യുക. പക്ഷേ അസിഡിക് മീഡിയത്തിലെ കാര്യം മാത്രമല്ലടാ മക്കളെ, ന്യൂട്രൽ അല്ലെങ്കിൽ ഫൈൻലി ആൽക്കലൈൻ മീഡിയം കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ ഇവൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൽ ഇവൻ ഫൈൻലി ആൽക്കലൈൻ എന്നാണ് NCERT പറയുന്നത്, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ഫൈൻലി ആൽക്കലൈൻ മീഡിയത്തിലും ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റ് ആണ്. പെർമാംഗനേറ്റ് എന്തായിട്ടാണ് മാറുക? മാംഗനീസ് 2+ ആയിട്ടാണ് മാറുക. ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലൈൻ മീഡിയത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടാവുക എന്ന് ഓർത്ത് വെക്കണേ, പെർമാംഗനേറ്റ് MnO2 ആയിട്ടാണ് മാറുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഡൈക്രോമേറ്റിന് എന്താ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. അതുപോലെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക എന്ന് പറഞ്ഞു. ഇനി അസിഡിക് മീഡിയത്തിൽ ആരെയൊക്കെ ഓക്സിഡൈസ് ചെയ്യും? അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. അസിഡിക് മീഡിയത്തിൽ 1 അയോഡൈഡിനെ അയോഡീനാക്കി മാറ്റും, ഓക്സിഡൈസ് ചെയ്യും. 2 ഫെറസിനെ ഫെറിക് ആക്കി ഓക്സിഡൈസ് ചെയ്യും മക്കളെ. 3 നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി ഓക്സിഡൈസ് ചെയ്യും. NO2- NO3- ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഇങ്ങനെ തന്നെ എഴുതി പഠിച്ചാൽ മതിയേ. അതിപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ അപ്പോൾ സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കാൻ പറ്റുമോ? പറ്റും. സൾഫൈറ്റിനെ സൾഫേറ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. സൾഫൈഡിനെ സൾഫർ ആക്കി മാറ്റും. ആൻഡ് ഫൈനലി ഓക്സലേറ്റിനെ C2O4 കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി ഓക്സിഡൈസ് ചെയ്യും. ഈ 6 ഓക്സിഡൈസിങ് ആക്ഷനാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അസിഡിക് മീഡിയത്തിൽ നടത്തുക. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ പെർമാംഗനേറ്റിന് എന്താ പറ്റുക അത് ഓർത്ത് വെക്കണം. ആരെയൊക്കെ അത് ഓക്സിഡൈസ് ചെയ്യും, ഏതൊക്കെ ഫോമുകളിലേക്കാണ് ഓക്സിഡൈസ് ചെയ്യുക, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മക്കളെ ന്യൂട്രൽ അല്ലെങ്കിൽ ഫൈൻലി ആൽക്കലൈൻ മീഡിയത്തിൽ 3 ഓക്സിഡേഷൻ ആക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 അയോഡൈഡിനെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയഡിൻ ആക്കിയല്ലേ? അല്ല, ഇപ്രാവശ്യം വ്യത്യാസമുണ്ട്. അയോഡേറ്റ് ആക്കി മാറ്റും. അയോഡൈഡിനെ അയോഡേറ്റ് ആക്കി ഓക്സിഡൈസ് ചെയ്യും. 2 മക്കളെ S2O3 ഇതാരാ? തയോസൾഫേറ്റ് ആണ്. തയോസൾഫേറ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് എന്താക്കി മാറ്റുന്ന അറിയാവോ? സൾഫേറ്റ് ആക്കി മാറ്റും. ആൻഡ് 3ാമത്തെ അവസാനത്തെയും എന്തിനേറെ പറയുന്നടാ, മാംഗനീസ് 2+ ഓക്സിഡൈസ് ചെയ്ത് MnO2 ആക്കി മാറ്റും, ന്യൂട്രൽ അല്ലെങ്കിൽ ഫൈൻലി ആൽക്കലൈൻ മീഡിയത്തിൽ. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ പഠിച്ചു, പ്രിപ്പറേഷൻ പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് അതിനുള്ള ചോദ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ഡ്യൂറിങ് ദ റിയാക്ഷൻ ഓഫ് permanganate with the thiosulfate, the change in oxidation of manganese occurs by a value of 3. Identify which of the below medium will favor the reaction. മക്കളെ നമുക്കറിയാം ആസിഡിക് മീഡിയത്തിൽ, ശ്രദ്ധിക്കണേ, ആസിഡിക് മീഡിയത്തിൽ MnO4- എന്തായിട്ടാണ് മാറുക? Mn2+ ആയാ മാറുക അല്ലേ? ബേസിക് അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ എന്തായി മാറുന്ന മക്കളെ ഞാൻ പഠിപ്പിച്ചേ? MnO4- എന്തായിട്ടാണ് മാറുക? MnO2 ആയിട്ടാണ് മാറുക. അപ്പോൾ +7 എന്ന് +2 ചേഞ്ച് 5-ൻ്റെയാണ്, ചേഞ്ച്ഡ് ബൈ 5 അല്ലേ? +7 എന്ന് +4 ചേഞ്ച്ഡ് ബൈ 3. അപ്പോൾ നമുക്ക് 3യുടെ ചേഞ്ച് അല്ലേ ഉള്ളത്? അപ്പോൾ 3യുടെ ചേഞ്ച് ഒന്നെങ്കിൽ ബേസിക് മീഡിയത്തിൽ അല്ലെങ്കിൽ ന്യൂട്രൽ മീഡിയത്തിൽ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ന്യൂട്രൽ മീഡിയം മാത്രമേ കറക്റ്റ് ആൻസർ ഉള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ എന്ത് വരുന്നുണ്ട്? ആസിഡിക് വരുന്നുണ്ട്. ആസിഡിക്കിൽ ഒരിക്കലും +3 മാറില്ല, Mn2+ ആയിട്ടാണ് മാറുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കും മക്കളെ. KMnO4 oxidizes iodide in acidic and neutral or finely alkaline medium. NCERT അതേപോലെ എടുത്ത ചോദ്യമാണ് കണ്ടോ. അയോഡൈഡിനെ ആസിഡിക് മീഡിയത്തിൽ എന്താക്കിയാ മാറ്റുക? I2 ആക്കി മാറ്റും. ന്യൂട്രൽ അല്ലെങ്കിൽ ഫൈൻലി ആൽക്കലൈൻ മീഡിയത്തിൽ എന്താക്കിയാ മാറ്റുക? അയോഡേറ്റ് ആക്കി മാറ്റും. അപ്പോൾ ആൻസർ എന്താ വരിക? ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? റെഡി അല്ലേടാ മക്കളെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല, സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും, പക്ഷെ നമുക്ക് അറിയണം എന്ന് മാത്രം, കാര്യം അറിയണം. മക്കളെ നോക്കി അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ഈ ന്യൂട്രൽ ഓർ ഫൈൻലി ആൽക്കലൈൻ മീഡിയം KMnO4 ബീങ് എ പവർഫുൾ ഓക്സിഡന്റ് കൻ ഓക്സിഡൈസ് തയോസൾഫേറ്റ്. തയോസൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? S2O3 ആൾമോസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ്ലി ടു സൾഫേറ്റ്. ശരിയാണ്, SO4 ആക്കി മാറ്റും. ശരിയല്ലേ? ഇൻ ദിസ് റിയാക്ഷൻ ദ ഓവറോൾ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ്. ഇതിന് ഇത്രയൊന്നും പറയണ്ട. ന്യൂട്രൽ മീഡിയത്തിൽ അല്ലെങ്കിൽ ഫൈൻലി ആൽക്കലൈൻ മീഡിയത്തിൽ പെർമാംഗനേറ്റ് എന്തായിട്ടാണ് മാറുക? MnO2 ആയിട്ട് മാറും. അതായത് +7 നിന്ന് +4 ചേഞ്ച്. അപ്പോൾ ടോട്ടൽ ചേഞ്ച് എത്രയാ? 3യുടെ ചേഞ്ചാണ്. 3യുടെ ചേഞ്ചാണ് അല്ലേ? സിമ്പിൾ അല്ലേ അത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ന്യൂട്രൽ ഓർ ആൽക്കലൈൻ സൊല്യൂഷൻ ഓഫ് MnO4- ഓക്സിഡൈസ് തയോസൾഫേറ്റ് ഇൻ ടു.
നമ്മൾ എന്താണ് മക്കളെ പറഞ്ഞേ? S2O3 2- തയോസൾഫേറ്റ് എന്ന് പറയാം അല്ലേ? അവനെ എന്താക്കിയ ഓക്സിഡൈസ് ചെയ്യുക? സൾഫേറ്റ് ആക്കിയാണ് ഓക്സിഡൈസ് ചെയ്യുക. ഓപ്ഷൻ 4 ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ 4. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി എവിടെ പഠിക്കാനുള്ളത് മക്കളെ? ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. നീറ്റ് നമ്മുടെ തൊട്ട് മുന്നിലെത്തി നിൽക്കുകയാണ്. ഗംഭീരമാകണം. ഓൾ ദി ബെസ്റ്റ്.